കൈയടിച്ച്. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. സിംഹക്കുട്ടി കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിംഹം കാട്ടിലെ രാജാവാണ്, ആണോ? കാട്ടിലെ രാജാവായ ആ സിംഹത്തിൻ്റെ കുഞ്ഞിന് ഇര കിട്ടാതിരിക്കുമോ? ഇര കിട്ടാതിരിക്കുമോ? ഇനി അതിനിര കിട്ടാതിരുന്നാൽ പോലും കർത്താവിൻ്റെ കുട്ടികൾക്ക് കിട്ടുമോ ഇല്ലയോ? അതാണ് നമ്മൾ ആരാന്നാ വിചാരിച്ചേക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, എൻ്റെ ബ്രദറെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ല, എനിക്ക് കടബാധ്യതയുണ്ട്, എനിക്ക് വീടില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇല്ലാത്തത്? നമ്മൾ ആരാന്ന് വിചാരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പിതാവേ അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഒന്ന് പറഞ്ഞേ, പിതാവേ അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. എനിക്കുള്ളതാണ് ആണ്. അത് താനേ ഇങ്ങോട്ട് വരുമോ? അതപ്പോൾ ഇത് വിശ്വസിക്കണം. അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ കരഞ്ഞു പടഞ്ഞ് അതാണ്ട് നമ്മൾ കർത്താവിൻ്റെ ആരും അല്ലാത്ത മാതിരിയാണ്. കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ കിട്ടി എന്നല്ല, ദൈവത്തിനുള്ളതെല്ലാം നമുക്കുള്ളത്. ആ ബോധ്യത്തോടു കൂടി ഒന്നുകൂടി പാടിയേ, ശരിക്കും അങ്ങ് വിശ്വസിച്ചുകൊണ്ട് പാടിയേ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതിനെ തുറന്ന് ശബ്ദമുയർത്തി ബോധ്യത്തോടെ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പോരാ പോരാ പോരാ, ഇങ്ങനൊന്നും പാടിയാൽ പോരാ. ഇപ്പം ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ആവൂന്നൊന്നും പറയരുത്, ഉടനെ പാടണം. എന്ത് പാടണം? ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. പാട്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ എല്ലാവരും അതിനെ തുറന്ന് പാടും. കർത്താവിനെ എല്ലാവരും ഒന്ന് വായി തുറന്നൊന്ന് പാടിയേ, ശബ്ദമൊന്ന് ഉയർത്തി പാടിയേ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഓക്കെ, ഒരു റിഹേഴ്സൽ നടത്താൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോണത്? ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവ്. ഇനിയിപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ എൻ്റെ അടുത്ത് വരുമോ? എൻ്റെ ബ്രദറെ എൻ്റെ കടബാധ്യത മാറണില്ല, എനിക്ക് വീടില്ല, എൻ്റെ മോളുടെ കല്യാണം നടക്കണം. ഇതൊന്നും ആരോടും പറയരുത്. എന്ത് പറയണം? കർത്താവേ, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവും. വീണ്ടും Praise the Lord.
ഇരിക്കാം. ഇനി അല്പസമയം ചർച്ചയാണ്. നമ്മുടെ ധ്യാനം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? 3 ദിവസം കൊണ്ട് എന്ത് കിട്ടി? ഏതാനും മണിക്കൂറുകളെ ചിലർ വന്ന് കാണുന്നുണ്ടാവുള്ളൂ. എങ്കിലും ദൈവം നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടിലെ ജോലി ഇതെല്ലാം ചെയ്ത് നേരത്തെ എണീറ്റ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചു ഒരു കണക്കിന് നിങ്ങൾ ഓടിച്ചാടി വന്നു. കർത്താവിന് ഭയങ്കര സന്തോഷമായി. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കാഴ്ച, നിങ്ങളുടെ ആ സമർപ്പണം കർത്താവിന് സന്തോഷമാക്കിയിരിക്കുന്നു. കർത്താവ് എന്തോ എല്ലാം തന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് പുതിയ ബോധ്യമാണ് ലഭിച്ചത്? ഒന്ന് ചിന്തിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഒരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനും പാടെ മറിക്കുന്നത്. ഒരു ബോധ്യമാണ്. എന്ത് പുതിയ ബോധ്യമാണ് കിട്ടിയതെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്. നമ്മുടെ ധ്യാനശൈലി മനസ്സിലായില്ല. അടുത്തിരിക്കുന്ന ആളോട്, നിങ്ങൾ ശുശ്രൂഷകരാണ്, നിങ്ങൾ ശുശ്രൂഷിക്കണം, നിങ്ങൾ പ്രഘോഷിക്കണം. യെസ്, ഞാൻ പറഞ്ഞോളൂ. അവിടെ ചേട്ടന്മാരൊക്കെ ഒന്ന് അടുത്തിരിക്കും. ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വന്നിരിക്കൂ. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ എന്ത് കിട്ടി? അടുത്തിരിക്കുന്ന ആളോട് വേഗം പറഞ്ഞ് പങ്കുവയ്ക്കൂ. വേഗം മനസ്സിൽ വരുന്നത് പറഞ്ഞോ. 2-3 സെൻറ്റൻസേ പറയാൻ സമയമുള്ളൂ, അധികം സമയമില്ല.